രാഷ്ട്രീയ തീരുമാനം അനിവാര്യമാണ് എന്ന് പ്രകാശ് ബാബു പറയുന്നു. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് CPI-യുടെ ദേശീയ നേതൃത്വത്തിന്റെ ഇക്കാര്യത്തിലെ നിലപാടും നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. ബാലു, ഇന്നലെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. ശക്തമായ നിലപാട് CPI-ക്ക് ദേശീയ തലത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ കേരളത്തിലെ മുന്നണി ബന്ധം തകരാതെ നോക്കുക എന്നുള്ളതും പ്രധാനമാണ്. എന്ത് നടപടിയിലേക്ക് അടുത്തതായി കടക്കുമെന്നാണ് സൂചന? അഭിലാഷ്, CPI-യുടെ ദേശീയ സെക്രട്ടേറിയറ്റ് ഇന്നും യോഗം തുടരുകയാണ്. എന്തായാലും കേരളത്തിലെ ഈ PM ശ്രീ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടാണ് CPI-യുടെ ദേശീയ നേതൃത്വത്തിൽ ദേശീയ നേതാക്കൾക്ക്, അതായത് പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കൊക്കെ തന്നെ ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ കടുത്ത നടപടികളിലേക്ക് പാർട്ടി പോയാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇതിൽ എന്താണ് CPM-ന്റെ നിലപാട് എന്നതാണ് ഇവർ CPI-യുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ കാത്തിരുന്ന് കാണുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം MA ബേബിയുമായി കഴിഞ്ഞ ദിവസം നേരിട്ട് ടെലിഫോണിലൊക്കെ സംസാരിക്കുവാൻ വേണ്ടി D രാജ ശ്രമിച്ചിരുന്നു. ഇന്ന് MA ബേബി ഡൽഹിയിൽ ഉച്ചയ്ക്ക് ശേഷം എത്തുന്നതായിരിക്കും. അതിനുശേഷം ഒരുപക്ഷെ രാജ തന്നെ നേരിട്ട് CPI-യുടെ ദേശീയ ജനറൽ സെക്രട്ടറി രാജ തന്നെ നേരിട്ട് ബേബിയെ കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കും എന്ന ഒരു സൂചനയൊക്കെ ഇപ്പോൾ CPI നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഇക്കാര്യം അവർ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ നിലവിലെ കേരളത്തിലെ സാഹചര്യം, അതായത് NEP-യുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം ഇടതു പാർട്ടികൾ എടുത്ത നിലപാടുണ്ട്. ആ നിലപാടിന് ഘടകവിരുദ്ധമായ ഒരു നിലപാട് ഇപ്പോൾ കേരളത്തിൽ സ്വീകരിക്കുന്നത് ദേശീയ തലത്തിലുള്ള ഇടത് ഐക്യത്തെ പോലും ബാധിക്കുന്ന ഒരു വിഷയമായാണ് ചില നേതാക്കളൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ എന്താണ് തുടർ തീരുമാനം എന്ന കാര്യം അവർ ഇപ്പോൾ പറയുന്നില്ല. CPM-ന്റെ തീരുമാനം ആദ്യം തങ്ങൾ അറിയട്ടെ. കാരണം തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ട്. ആ തീരുമാനം അറിഞ്ഞതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഈ CPI-യുടെ ദേശീയ നേതാക്കൾ നൽകുന്നത്. CPI-യുടെ ഇന്നത്തെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ഡൽഹിയിൽ ആരംഭിച്ചിട്ടുണ്ട്. MA ബേബി ഡൽഹിയിൽ എത്തിയതിന് ശേഷം, CPM ജനറൽ സെക്രട്ടറി എത്തിയതിന് ശേഷം രാജയും ബേബിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ CPI അവരുടെ ഒരു നിർണായക തീരുമാനത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത എന്നാണ് CPI ദേശീയ നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അഭിലാഷ്, തീർച്ചയായിട്ടും സ്റ്റെഫിൻ, നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനിരിക്കെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടും നിർണായകമാണ്. അപ്പോൾ CPI-യെ സംബന്ധിച്ച് മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു ശക്തമായ നടപടിയാണ്. അത് ഗൗരവമായി തന്നെ പാർട്ടി ആലോചിക്കുന്നുണ്ടോ? അഭിലാഷ്, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അത്തരം ശക്തമായ ഒരു നടപടിയിലേക്ക് CPI പോകാൻ ഇടയില്ല എന്നുള്ളതാണ് സംസ്ഥാന നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വലിയൊരു സമ്മർദ്ദ തന്ത്രം ഇന്നലെ ഏതായാലും CPI ആ രീതിയിൽ ഉപയോഗിച്ചിരുന്നു. മന്ത്രിമാരുടെയും അതോടൊപ്പം തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയുടെയും എല്ലാം ഒരു പ്രതികരണം രാവിലെ നോക്കിക്കഴിഞ്ഞാൽ അതിരൂക്ഷമായ പ്രതികരണമായിരുന്നു. ഇന്നലെ തന്നെ ഒരു പക്ഷേ നിലപാട് പറയാനാണെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയേണ്ടതുമായിരുന്നു. കാരണം PM ശ്രീയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ, അതിൻ്റെ ഓരോ ക്ലോസുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം വാർത്താ സമ്മേളനം നടത്തിയത്. ഒപ്പം തന്നെ മന്ത്രി GR അനിലിനെ അടുത്തിരുത്തിക്കൊണ്ട് അദ്ദേഹം പോലും ഈ കാര്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് CPI-യുടെ ആ ഒരു മുന്നണിക്കുള്ളിലെ വേദന അത് പരസ്യമായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഒരു കടുത്ത നിലപാടിലേക്ക്, ഒരു നിലപാട് പ്രഖ്യാപനത്തിലേക്കൊന്നും പോകുന്നതിന് വേണ്ടി ബിനോയ് വിശ്വം തയ്യാറായിട്ടില്ല, സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതായാലും എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാനിടയുള്ളൂ. CPI കണക്കൂട്ടുന്ന അനുസരിച്ച് പല വിഷയങ്ങൾ CPI-ക്ക് മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം കടന്നുപോയി കഴിഞ്ഞാൽ അത് CPI-യെയും മുന്നണിയും ബാധിക്കുന്ന വിഷയമാണ്.